അസ്സലാമലൈക്കും, വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോളാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഡ്രസ്സുകൾ, നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് 300 സംതിങ്ങിനൊക്കെ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സുകൾ. ഞാൻ പിക്ചറിൽ കണ്ടതിലും എൻ്റെ കയ്യിൽ കിട്ടി ഇട്ട് നോക്കിയപ്പോൾ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓൾസോ ഞാനിവിടെ ഇട്ടിട്ടുള്ള ഈ ഒരു സ്വെറ്റ് ഷർട്ട് ഒരു അജിയോന്ന് ട്രൈ ചെയ്താട്ടോ. മീഷോ എന്നല്ല, അജിയോന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. സോ അജിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെയിൽ നടക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ എപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ഓഫർ പ്രൈസിലാണ് നമുക്ക് ഡ്രസ്സസ് ഒക്കെ കിട്ടുന്നത്. സോ ഈ ഒരു സ്വെറ്റ് ഷർട്ട് ജസ്റ്റ് 200 സംതിങ്ങിനാണ് ഗൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്വെറ്റ് ഷർട്ട് ഒക്കെ കുറച്ചുകൂടി ഒരു ലൂസ് ഫിറ്റിൽ ഇടുമ്പോഴാണ് എനിക്ക് കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെ ഞാനൊരു സൈസ് അപ്പ് എടുക്കാറുണ്ട്. അതായത് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് XXL ആണ്. ഔട്ട്ഫിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലിങ്ക് കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും എത്തെട്ട ഡ്രസ്സ് ഇടുന്നതാണ് ഒരുപാട് കമന്റ്സ് നമ്മളങ്ങനെ കാണാറുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഔട്ട്ഫിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഷോ ഹോളാണ്. നമ്മൾ മീഷോന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളും അതിൻ്റെ കൂടെ വേറെയും ഡ്രസ്സ് ജിയോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഡ്രസ്സും കൂടി കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മെസ്സായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കാരണം കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് മിസ്സായിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നിങ്ങൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഞാൻ ഏതൊക്കെ ഡ്രസ്സാണ് കാണിച്ചു തരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കാണിച്ചു തരാം. യെസ്, ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡ്രസ്സ് കാണിച്ചു തരാം. ഈ ഒരു ടൈഡയിൽ വന്നിട്ടുള്ള ഈ ഒരു ഷർട്ട് ഡ്രസ്സ് ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള നീലും താഴെയായിട്ട് ലെങ്ത് വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു പോളിസ്റ്റർ മിക്സ്, ഒരു കോട്ടൺ പ്ലസ് ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. കോളർ വന്നിട്ടുണ്ട്. ബട്ടൺസ് ബ്ലാക്ക് കളറിൽ വരുന്ന ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. താഴെ വരെ ബട്ടൺസ് ഉണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനത് ഓപ്പൺ ചെയ്തിട്ടും ബട്ടൺ ഇട്ടിട്ടും രണ്ടും ക്ലിപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും, രണ്ട് സൈഡിലായിട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമുക്ക് ഷർട്ട് സ്ലീവ് പോലെ ഇങ്ങനെ ബട്ടൺസ് ഇങ്ങനെ ബട്ടൺ ഇടാനില്ല, ബട്ടൺസ് വരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു പഫ് കൈൻഡ് ഓഫ് ഒരു സ്ലീവ് പോലെ കുറച്ച് പ്ലീറ്റഡ് ആയിട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് ഇങ്ങനെ ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നതും അത്ര ഇഷ്ടമില്ല. അതിലും ഇങ്ങനത്തെ സ്ലീവ് വരികയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. സോ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XXL ആണ്. ഷർട്ട് ഡ്രസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഷോർട്ട് ഡ്രസ് ആണെങ്കിലും ഷർട്ട് ഡ്രസ് ആണെങ്കിലും ഞാനൊരു സൈസ് അപ്പാണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്റെ നോർമൽ സൈസ് XL ആണ്. അപ്പൊ നിങ്ങൾ സൈസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുക്കുക. എനിക്ക് ആ ഒരു XXL കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ ചെയ്തിടുമ്പോഴൊക്കെ അതായിരിക്കും നല്ലത്. ആ ഒരു അപ്പ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. സോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 400 സംതിങ് ആണ്. കറക്റ്റ് പറയുവാണെങ്കിൽ 434 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇതിന്റെ 3 കളേഴ്സ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു യെല്ലോ വരുന്നുണ്ട്, പിന്നെ ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ ആ ഒരു ടൈഡയിൽ വന്നിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് പേർപ്പിൾ ഒരു മിക്സ് ആയില്ല വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ കളർ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന, നീ ലെങ്ത്തിൽ വരുന്ന, നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നെക്കിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു റോപ്പ് പോലെ വരുന്നുണ്ട്. ഇതിന്റെ പോലെ തന്നെ വേറെയും കുറച്ച് നമ്മൾ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെഡും ഒരു ഇതുപോലത്തെ ഡ്രസ്സ് പ്രിന്റ്, ഇതല്ല പ്രിന്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. എന്നാൽ അതിന്റെ തന്നെ നമ്മൾ ആദ്യം ട്രൈ ചെയ്തിട്ടുള്ള ഒരു സെയിം പ്രിന്റ് തന്നെ നമ്മൾ റെഡ് ട്രൈ ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, ബ്ലൂ ആൻഡ് വൈറ്റ് അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് അതേപോലെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ പ്രിന്റ് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നല്ല ഗുഡ് ക്വാളിറ്റി, നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ്. ഇവിടെ കംപ്ലീറ്റ്ലി പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിലും പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. സ്ലീവ് നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രസ്സിന്റെ സ്ലീവ് പോലെ തന്നെ കേട്ടോ. കുറച്ചൊരു ലൂസ് കൈൻഡ് ഓഫ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവാണ്. നല്ല ഡ്രസ്സ് ഉണ്ടാവും ഈ ഒരു സ്ലീവ് വെയർ ചെയ്ത് കഴിയുമ്പോൾ.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്രസ്സ്. ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 378 റുപ്പീസിനാണ് ഗായ്സ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആണ്. 300 സംതിങ് ഒക്കെ ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടോപ്സ് ഒന്നും എന്തായാലും നമുക്ക് ഓഫ്ലൈനിലൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. പിന്നെ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ നോർമൽ സൈസ് എക്സൽ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാണ്. ഇത് അജിയോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ്. മാക്സി നല്ല അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ, കാഫ് ലെങ്ത്. എന്തായാലും ക്ലിപ്പ് ഞാൻ സൈഡിൽ ആഡ് ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് നിങ്ങൾ എന്തായാലും സൈസ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, ഒരു സൈസ് അപ്പ് എടുക്കാം കേട്ടോ. ഓക്കെ, എന്നാലേ ആ ഒരു കറക്റ്റ് ഫിറ്റിൽ വരുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ കോളേർഡ് നെക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടൺസ് വരുന്നുണ്ട്. ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ബട്ടൺസ് നമുക്ക് താഴെ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്കൊരു ഷ്രെഗ് ആയിട്ട് വേറെ, പക്ഷേ ഞാൻ ഷ്രെഗ് ആയിട്ടിട്ട് നോക്കിയിട്ടില്ല, ഞാൻ അല്ലാതാണ് സ്റ്റൈൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എലാസ്റ്റിക് ആണ് എൻ്റെ വന്നിട്ടുള്ളത്. ഒരു 3/4 സ്ലീവ് ആണ്, ബലൂൺ കൈൻഡ് ഓഫ് ഒരു 3/4 സ്ലീവിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു സ്ലീവ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്, രണ്ട് ഭാഗത്തും പോക്കറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾസോ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കയറിയിട്ടാണ് ഈ പ്ലീറ്റ്സ് വന്നിട്ടുള്ളത്. അത് നല്ലൊരു ഭംഗി ഉണ്ടാവും. ബാക്കിൽ കാണുന്ന സമയത്ത് നല്ലൊരു വൃത്തി ഉണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അതും ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ലെഗിൻസ്, അതായിരിക്കും കുറച്ചുകൂടി അതാണല്ലോ മാച്ച് ചെയ്യുക. അപ്പോൾ ലെഗിൻസ് തന്നെ നമുക്ക് ആങ്കിൾ ലെങ്ത് ലെഗിൻസ് ഒക്കെ നമുക്ക് വൈറ്റ് ഓർ ജെഗിൻസും ഇടാം കേട്ടോ. വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ട്രൈ ചെയ്യാം. ഞാൻ ബ്ലാക്ക് ആണ് അപ്പം എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് അതാണ് ഇട്ടിട്ടുള്ളത്. വൈറ്റ് ഇട്ടാലും നോക്കാം. ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡും ഇടാം കേട്ടോ. ഇനിയും പ്രൈസ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു പ്രൈസ് തന്നെയാണ് ഏറ്റവും കുറവായിരിക്കും. സോ എന്തുകൊണ്ടും വേർത്താണ്. പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ മീഷോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഈ ഒരു നീ ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട്. എന്താണോ പിക്ചറിൽ കണ്ടത് ആ ഒരു സെയിം തന്നെയാണ്. ഇവിടെ കംപ്ലീറ്റ് പ്ലീറ്റ്സ് വരുന്നുണ്ട്, ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പോലെ തന്നെ എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. സ്ലീവ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെക്ക് വന്നിട്ട് വി നെക്കാണ്. ഫുൾ പ്രിന്റഡ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രിന്റിന്റെ ഷെയ്ഡ് ആണെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷൻ ഗ്രേ പീച്ച്, ഒരു പീച്ചല്ല, ഒരു എന്താ പറയുക, ഒരു ഫ്ലൂറസെന്റ് ഷെയ്ഡ് പോലെ പിങ്ക്, ഒരു പിന്നെ വന്നിട്ടുള്ളത് യെല്ലോ ബ്ലാക്ക്, ഇതൊക്കെ ഒരു മിക്സ് ആയിട്ട് നല്ല രസമുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്ലീവ് വന്നിട്ട് 3/4 ബലൂൺ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞ പോലെ തന്നെ. സോ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 320 റുപ്പീസ് ആണ്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. 320 റുപ്പീസിന് എന്തുകൊണ്ടും വേർത്താണ്. പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിച്ചോ. പിന്നെ ഇതിന്റെ സൈസ് എടുത്തിട്ടുള്ളത് നോർമൽ സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ സൈസ് എടുത്താൽ മതി, കറക്റ്റ് ഫിറ്റിൽ വന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അടിപൊളിയാട്ടോ, നല്ല ഡ്രസ്സാണ്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. സോ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കോഡ്സെറ്റ് ആണ് കാണിച്ചു തരുന്നത്. നമ്മളിങ്ങനെ എയർപോർട്ട് ലുക്കിൽ വരുന്ന ആക്ട്രസിന്റെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ കാണാറില്ല, അതിലൊക്കെ അവർ കാണാറുണ്ട് ഇങ്ങനെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള കോഡ്സെറ്റ് ഒക്കെ ഇടുന്നത്. അവരാണ് കൂടുതലും ഇടുന്നത് നമ്മൾ കാണാറ്. നല്ല രസമാട്ടോ അത് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊന്ന് കണ്ടപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിനൊരു ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കാണിച്ചു തന്നിട്ടില്ല. സോ പക്ഷേ ഇത് ഞാൻ കണ്ട പോലെ അല്ല കേട്ടോ. എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി. ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ലുക്ക് ആയിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ. ഓൾസോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ് ടോപ്പ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ സ്ലിറ്റ് ഒക്കെ വരുന്നുണ്ട്. ഒരു സ്ട്രൈപ്പ് ആ ഒരു കളേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഗ്രീന്, ഒരു മജന്ത ഷെയ്ഡോ ആ ഒരു ഷെയ്ഡ്, പിന്നെ ഒരു റെഡ്, പക്ക റെഡ് അല്ല, ഒരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു റെഡ്. ഓക്കെ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നെക്ക് വന്നിട്ട് ഇങ്ങനെ ചൈനീസ് കോളേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവിലാണ് വരുന്നത്. ജസ്റ്റ് ഫോൾഡ് ചെയ്ത മാതിരി അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് എൻഡിലേക്ക്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പാൻറ് വന്നിട്ടുള്ളത്
എലാസ്റ്റിക് ആണ്, സിഗരറ്റ് ഫിറ്റിലാണ് പാൻറ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് 566 രൂപയ്ക്കാണ് ഈ ഒരു കോൺസെപ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ് കേട്ടോ. പിന്നെ ഇതിന്റെ സൈസ് എടുത്തിട്ടുള്ളത് XXL ആണ് ചൂസ് ചെയ്തത്. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് അപ്പ് സൈസ് എടുത്തത്. ഞാനല്ലാതെ കുർത്തീസ് ഒന്നും എടുക്കുമ്പോൾ അങ്ങനെ എടുക്കാറില്ല. ബട്ട് ഞാനത് XXL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഊഹം തെറ്റിയില്ല, എനിക്കത് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു സൈസിൽ അപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിൽ ഇത് വന്നോളൂ. ഓക്കെ, 566 റുപ്പീസിന് എന്തുകൊണ്ടും വേർത്താണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അജിയോന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഷർട്ട് ഡ്രസ്സാണ്. പക്ഷെ ഇതിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കണ്ട അത്യാവശ്യം നല്ല വെളുത്തുണ്ടല്ലോ. ഞാനിത് ഷർട്ട് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഒരു സൈസ് അപ്പ് എടുത്തു. പക്ഷേ നിങ്ങൾ അങ്ങനെ എടുക്കണ്ട, നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി കേട്ടോ. അത് നിങ്ങളെ കറക്റ്റ് ഫിറ്റിൽ വന്നോളൂ. അപ്പം നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്യുക, എന്നെ പോലെ മണ്ടത്തരം ചെയ്യേണ്ട. അതുകൊണ്ട് ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇട്ടിട്ട് സൈഡിൽ കൊടുക്കും. വലിയ വൃത്തി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്ത് സൈസ് മാറ്റും. ഇത് നല്ല മെറ്റീരിയൽ, നല്ല കോട്ടൺ മെറ്റീരിയൽ, നല്ല തിക്ക് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ അജിയോന്നൊക്കെ ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അജിയോന്നുള്ള പ്രോഡക്റ്റൊക്കെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തത് എനിക്ക് നല്ല ക്വാളിറ്റിയിലാണ്. അതിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. ചെറിയ പ്രൈസിന് നല്ല ക്വാളിറ്റിയിലുള്ള ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഓഫർ പ്രൈസിലും അജിയോന്ന് കിട്ടാറുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. സൈസ് ഓൾസോ ഞാൻ എടുത്ത് പറയണമെന്ന് തോന്നിയിട്ടാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമുക്ക് പ്രൈസ് പറയാം. പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, കാരണം ഞാൻ അത്രയും പ്രതീക്ഷിക്കില്ല. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്ക് വന്നിട്ട് കോളേർഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി ഷർട്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിലത് ഉണ്ടാവല്ലോ നമുക്ക് ഷോ ബട്ടൺ ആയിട്ട്, അങ്ങനെയല്ല, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല മെറ്റീരിയലാണ്, ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി. പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സൈസ് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്യാം കേട്ടോ, എടുത്ത് പറയുകയാണ്, കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ സ്ലീവൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത മാതിരി, ജസ്റ്റ് അങ്ങനെയല്ല, ഇങ്ങനെ ഫോൾഡിങ് ഒരു സംഭവം തന്നെ വന്നിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ സ്റ്റിച്ചഡ് ആണ്, നമുക്ക് ഇങ്ങനെ താത്താൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചഡ് ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത മാതിരിയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓക്കെ, ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 375 റുപ്പീസിനാണ് ഗൈസ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ബ്രാൻഡഡ് ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്യുക, അത് നോട്ട് ചെയ്യുക കേട്ടോ. ഷർട്ട് ഡ്രസ്സസ് ഞാൻ കൂടുതലും അപ്പാണ് എടുക്കാറുള്ളത്, അങ്ങനെ എടുക്കണ്ട, എന്നെ പോലെ മണ്ടത്തരം ചെയ്യണ്ട. സോ ഇത് അടിപൊളിയാണ്. ഇട്ടിട്ട് വലിയ കോലം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ സൈസ് ഭയങ്കര ലൂസായിട്ട് തോന്നുന്നു, അതിനോട് ഇട്ടിട്ട് വലിയ കോലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഇത്രയാണ് അത്യാവശ്യം കളക്ഷൻസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാൻ കേട്ടോ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ നമുക്ക് 100K പെട്ടെന്നാവുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻസും വരുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ നിങ്ങളെല്ലാവരും ഡെനിം സ്കേർട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ബോട്ടം വീഡിയോ ചെയ്യണം. എനിക്ക് അത് ഒന്ന് ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അത് നീണ്ടു പോണത്. ഇതൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്ര പ്ലാനിങ് കൂടി ചെയ്യുന്നതല്ല. അപ്പോൾ എനിക്ക് അത്ര ടൈം നീണ്ടു പോകുന്നില്ല, പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോകും. ആ ബോട്ടം വെയറിൻ്റെ കളക്ഷൻസ് ആ ഒരു സെപ്പറേറ്റ് വീഡിയോ ഹ്യൂജ് കളക്ഷൻസ് തന്നെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നീണ്ടു പോകുന്നൊരു ടൈം ആവട്ടെ എന്ന് വിചാരിച്ച് നീണ്ടു പോവാണ്. എനിവേ നമുക്ക് പെട്ടെന്ന് തന്നെ സൂൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.